ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 15 മിഥുന രവി സംക്രമമാണ്. അതായത് സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. മിഥുനം രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ ആ മിഥുന രാശിയിൽ നിൽക്കുന്ന സമയത്താണ് സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നത്. അപ്പം സൂര്യൻ്റെ മിഥുന രവി ആ മിഥുന രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം മിഥുനം രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 3-ാം ഭാവ രാശിയാണ്. അവിടെ ജൂൺ 21 വരെ ആ 3-ാം ഭാവാധിപനായിട്ടുള്ള കാലപുരുഷൻ്റെ 3-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ 3-ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ തലത്തിൽ, ബൗദ്ധിക തലത്തിൽ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അധികാരം, പദവി, അതുപോലെ സർക്കാരുമായിട്ടുള്ള ബന്ധം, ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവേ നമ്മുടെ മൈൻഡ്, ആശയങ്ങൾ, മനസ്സ് മുഴുവനും ആശയങ്ങളായിരിക്കും. മൈൻഡ് റിസോഴ്സ്ഫുള്ളാകും. അപ്പം പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനും അത്തരം ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിനും അതുപോലെ ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് ബൗദ്ധിക തലത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതുമായിട്ടുള്ള സമയമായിരിക്കും ബുധൻ. അതായത് ബുധൻ്റെ രാശിയിൽ സൂര്യൻ രാശി മാർഗ വഴി ഉണ്ടാകുന്നത്. അപ്പം അത് തൊഴിലിൽ, ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. തൊഴിൽ വിപുലപ്പെടുത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം മിഥുനം രാശിയിൽ വരുന്ന ആ സൂര്യൻ 3 നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യം അത് മകയിരം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു 21 വരെ. 22 മുതൽ ജൂലൈ 6 വരെ രാഹുവിൻ്റെ നക്ഷത്രം, അതായത് തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം ജൂലൈ 6 മുതൽ സൂര്യൻ ഗുരുവിൻ്റെ, അതായത് വേഴഗ്രഹത്തിൻ്റെ നക്ഷത്രമായ പുണർദം നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സൂര്യൻ്റെ ഈ 3 നക്ഷത്രങ്ങളിലൂടെയുള്ള സഞ്ചാരം മിഥുനം രാശിയിൽ ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നു നോക്കാം. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും മിഥുന രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യണം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും സൂര്യൻ്റെ മിഥുന രാശിയിലേക്കുള്ള മാറ്റം അവരെ സ്വാധീനിക്കണം നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ചിങ്ങ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മ ലഗ്ന രാശ്യാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ ജൂൺ 15 അവരുടെ 11-ാം ഭാവരാശിയിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത്. ജൂലൈ 16 വരെ ആ സൂര്യൻ നേട്ടത്തിൻ്റെ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ ആ 11-ാം ഭാവാധിപനായിട്ടുള്ള, അതുപോലെ ധനഭാവാധിപനായിട്ടുള്ള ആ ബുധൻ ആ 11-ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. ജൂൺ 21 വരെ ആ ബുധൻ ആ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 11-ലേക്കാണ് ആ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ്റെ രാശിമാറ്റം വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ സോഷ്യൽ റിലേഷൻ, അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് തലത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ വലിയ കാര്യക്ഷമമാകുന്ന സമയമാണ്. അതുവഴിയൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധം, അതുപോലെ ഉള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അതുവഴിയൊക്കെയുള്ള ചില നേട്ടങ്ങൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ പുതിയ അവസരങ്ങൾ നമ്മുടെയൊക്കെ വന്നുപെടുന്നതും അത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന സമയം കൂടെയാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വലിയ സാമ്പത്തിക നേട്ടം, കാരണം 11 എന്ന് പറയുന്നത് ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. അപ്പോൾ അവിടെ 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യനും വരുമ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ അഭീഷ്ട സിദ്ധിയുടെ ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ സൂര്യൻ വരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ചില നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറും, ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. പണമൊക്കെ, പ്രത്യേകിച്ച് 2-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും കൂടെ 11 നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പണപരമായിട്ട് പണമൊക്കെ നമ്മൾ
കടം കൊടുത്ത് അത് പലിശയ്ക്കൊക്കെ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിട്ടിഫണ്ട് നടത്തുന്നവർ, ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ, അതുപോലെ കുടുംബ ബിസിനസ്സുകാർ, ഇവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. സുഹൃത്തുക്കൾ വഴി, ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി ഒക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ബന്ധപ്പെടും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നുള്ള അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഈ സൂര്യൻ 11-ലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകാം. അതുപോലെ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നമുക്കിപ്പോൾ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും നമുക്ക് കാശ് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. പൊതുവെ തൊഴിൽ സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പോൾ സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇപ്പോൾ 2ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ്, ബുധൻ ആ ഭാവത്തിൻ്റെ 10ലാണ് നിൽക്കുന്നത് 21 വരെ, ജൂൺ 21 വരെ. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ തൊഴിൽ അന്വേഷിച്ച് ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ തൊഴിൽ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും അംഗീകാരങ്ങൾ, ആദരവ് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവേ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഉയരുന്ന സമയം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ ഉന്നത വ്യക്തികളുടെയൊക്കെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. ഭാവിയിൽ അതുകൊണ്ടൊക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ നമുക്ക് അത് ഒരു ഈ സൂര്യനും ബുധനും ഒക്കെ 5-ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. വലിയ ആദരവ്, അംഗീകാരമൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ സൂര്യനും ബുധനും ഒക്കെ 5-ല് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അധ്യാപകർ, ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ബന്ധം 5-ല് വരുന്നത് വളരെ നേട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന സമയമാണ്. കർമ്മസുഖം അനുഭവപ്പെടുന്ന സമയമാണ്. അതുപോലെ 5-ലൊക്കെ ആ ബുധൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ, നല്ല കർമ്മങ്ങളിൽ ഒക്കെ മനസ്സ് ഫോക്കസ് ചെയ്യും. അതുവഴി നമുക്ക് നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് കഴിയുന്ന സമയമാണ്. അതേസമയം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജൂൺ 22 ആകുമ്പോൾ ഈ മിഥുനരാശിയിൽ പ്രത്യേകിച്ച് സൂര്യൻ മകയിര നക്ഷത്രത്തിൽ നിന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രമാണ്. അത് സൂര്യൻ്റെ ശത്രുഗ്രഹമാണ്. അപ്പോൾ ആ ജൂലൈ 6 വരെ, ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയം എന്ന് പറയുന്നത് സൂര്യൻ ശത്രുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ അത് ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തലത്തിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സഡനായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വരാതെയൊക്കെ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് അല്പം അസൂയ, ശത്രുത ഒക്കെ ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശത്രുഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലൂടെയാണ് ആ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആ ഒരു ശത്രുതാ മനോഭാവം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും ഒരു കൂടുതൽ ക്ഷമ, സംയമനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ അത് ജൂലൈ 6 കഴിയുമ്പോൾ ഈ സ്ഥിതിയിലൊക്കെ മാറ്റം വരും. പിന്നെ നമുക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. സൗഹൃദങ്ങളൊക്കെ പുതുക്കാൻ കഴിയും. അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ മാറി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് കർമ്മസുഖത്തിൻ്റെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും ഒരു സ്ഥലത്താണ് ആ സൂര്യൻ രാശി മാറി വരുന്നത്. അത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും, അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറഞ്ഞ 12ാം ഭാവാധിപനാണ്. ഈ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15-ന് അവരുടെ 10ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 16 വരെ ആ സൂര്യൻ 10ാം ഭാവരാശിയിൽ ഉണ്ടാകും. 10ാം ഭാവരാശിയിൽ 10ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമയമാണ് ജൂൺ 21 വരെ. അപ്പോൾ ആ രവി ബുധൻ 10-ൽ വരുന്നു. അപ്പോൾ പൊതുവെ 10-ലെ സൂര്യൻ എന്ന് പറയുന്നത് 12ാം ഭാവാധിപത്യം കൊണ്ട് അല്പം ദോഷമുണ്ടെങ്കിലും 10-ലെ സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ്. അപ്പോൾ തൊഴിലിൽ സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്.
മാത്രമല്ല ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പം സർവീസിലുള്ളവർക്ക് ഇപ്പോൾ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ച, സ്ഥാനക്കയറ്റം, അതൊക്കെ ചിലപ്പോൾ ഒരു സഡനായിട്ട് അതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. ചിലർക്ക് തൊഴിലിൽ ട്രാൻസ്ഫറിനും സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് ഈ തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിടത്ത് നമുക്ക് ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാനുള്ള അതിനുള്ള ഒരു ആഗ്രഹം, അതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രൊമോഷന് സാധ്യതയുണ്ട്. ഇപ്പോൾ ദൂരസ്ഥലത്തേക്കൊക്കെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഉയർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകും. അതേസമയം തൊഴിലിടത്ത് നമ്മൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് 12ാം ഭാവാധിപനാണ് ആ സൂര്യൻ. അത് മാത്രമല്ല ജൂൺ 22 ആവുമ്പോൾ പ്രത്യേകിച്ച് ഈ കുറുകാരുടെ കർമ്മസ്ഥാനത്ത് രാഹുവിൻ്റെ നക്ഷത്രത്തിൽ, തിരുവാതിര നക്ഷത്രത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്, ജൂൺ 22 മുതൽ ജൂലൈ 6 വരെ. അപ്പം അത്തരത്തിൽ ആ സമയം പൊതുവേ നമ്മൾ തൊഴിലിടത്ത് അല്പം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്നവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുമായിട്ട് തർക്കങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാം. തൊഴിലിടത്ത് വർക്ക് പ്രഷറിന് സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവവാസങ്ങൾ ആ സമയത്തുണ്ടാകാം. അപ്പോൾ ആ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയം നമ്മൾ അല്പം ഒരു കെയർ കൊടുത്തു പോകണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്ഷമ, തൊഴിലിടത്ത് കൂടുതൽ ക്ഷമാശീലം, സംയമനം ഒക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നതിന് നമ്മൾ ഈ ജൂലൈ 22 മുതൽ ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയം നമ്മൾ വിനിയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിനായിട്ടൊക്കെ അല്പം കൂടുതൽ യാത്രകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സൂര്യൻ 12ലാണ് വരുന്നത്, സൂര്യൻ 10ലാണ് വരുന്നത്, 12ാം ഭാവാധിപനാണ്. അതുപോലെ ബിസിനസ്സുകാർക്കും വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം 4ലൊക്കെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി 4 വരുന്നുണ്ട്. 12ാം ഭാവാധിപൻ എന്നുള്ള രീതിയിൽ ചെറിയ ആലസ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം. എങ്കിലും രവി ബുധ ബന്ധം 4 വരുന്നത് അതൊക്കെ നമുക്ക് കുടുംബതലത്തിലൊക്കെ സ്പിരിച്വൽ പ്രോഗ്രസ്സിനൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങൾക്കൊക്കെ ചിലപ്പോൾ ദൂരെ യാത്രകൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതേസമയം കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്പം സംയമനമൊക്കെ നമുക്ക് ആവശ്യമാണ്. 4ലൊക്കെ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം അതിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്തു പോകണം. മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പൊതു സ്വീകാര്യതയൊക്കെ രവി ബുധൻ്റെയൊക്കെ 4 ദൃഷ്ടി കൊണ്ടുണ്ടാകും. അവരുടെ പ്രവർത്തന മേഖലയിൽ അംഗീകാരം, ആദരവൊക്കെ കിട്ടാവുന്ന സമയമാണ്. വീട് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും മിഥുന രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ 11ാം ഭാവാധിപനാണ്, നേട്ടത്തിൻ്റെ ഗ്രഹമാണ്. ആ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധനും ആ ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ജൂൺ 21 വരെ ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ട്. അങ്ങനെ രവിയും ബുധനും ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമാണ്. ബുധൻ പൊതുവെ ഭാഗ്യഭാവാധിപനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. സൂര്യൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ചില ഭാഗ്യസ്ഥാനത്താണ് ഈ 2 ഗ്രഹങ്ങളുടെയും യോഗം വരുന്നു എന്നുള്ളത് കൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. നമുക്ക് ആത്മീയ കാര്യങ്ങൾ, ദൂരയാത്രകൾ, അതുപോലെ ഗുരുക്കന്മാരുമായിട്ടുള്ള ബന്ധം, അവരുടെയൊക്കെ ഗൈഡൻസ് ഒക്കെ വളരെ ഗുണം ചെയ്യാവുന്ന സമയമാണ്. ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഉപാസനാദി കാര്യങ്ങളിലൊക്കെ നല്ല ഒരു ഫോക്കസ് ഉണ്ടാകുന്ന സമയമാണ്. പിതാവ് വഴി, ഗുരുക്കന്മാർ വഴി, അധ്യാപകർ വഴിയൊക്കെ ചില ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്.
അതേസമയം ധനഭാഗ്യത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. 11-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 11-ലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഉന്നത പഠനം നടത്തുന്നവർക്ക്, വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക്, തൊഴിൽ, ബിസിനസ് ഇവയൊക്കെ ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂല സമയമാണ്. ഉന്നത പഠനം, ഗവേഷണം നടത്തുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ഇപ്പം ഈ 12-ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ 12-ാം ഭാവത്തിൻ്റെ 10 ആയതുകൊണ്ട് തൊഴിലിൽ ചിലപ്പോൾ ഈ ശത്രുക്കളുടെയൊക്കെ ഒരു ചതി അല്ലെങ്കിൽ ഗൂഢാലോചന പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ ഈ 12-ാം ഭാവമാണ് നമ്മൾ, അതുപോലെ കർമ്മഭാവത്തിൻ്റെ 12-ാം ഭാവമാണ് ഈ 9 എന്നുള്ളതിനാൽ നമ്മൾ പ്രത്യേകിച്ച് കർമ്മഭാവത്തിൻ്റെ 12-ാം ഭാവമാണ് 9 എന്നുള്ള സ്ഥിതിക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അല്പ ദൂരയാത്രകൾ വേണ്ടിവരും. ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. 11-ാം ഭാവാധിപൻ സൂര്യൻ ഭാവത്തിൻ്റെ 11-ലാണ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് സുഹൃത്തുക്കൾ, അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ, അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ, അവർ വഴിയൊക്കെ ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം. പൊതുവെ ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വര കടാക്ഷമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ 9-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 9-ൽ സൂര്യനോടൊപ്പം നിൽക്കുമ്പോൾ, നേട്ടത്തിൻ്റെ ഒരു ഗ്രഹമായ സൂര്യനോടുകൂടിയൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യമണ്ഡലമൊക്കെ ശക്തമാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ മൈൻഡൊക്കെ പൊതുവെ നമുക്ക് റിസോഴ്സ്ഫുൾ ആകുന്ന സമയമാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും. പൊതുവെ ഒരു ശുഭാപ്തി വിശ്വാസം, നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടും. തത്വചിന്തകളിൽ താല്പര്യം ഉണ്ടാകുന്ന സമയമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും. പ്രത്യേകിച്ച് പുരാണ ഗ്രന്ഥങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനൊക്കെ ഈ 9-ലെ സൂര്യനും ബുധൻ്റെയും ആ സ്ഥിതി വഴിതെളിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ പൊതുവെ ഇമ്പ്രസീവ് ആകുന്ന സമയമായിരിക്കും. എഴുത്തുകാർ, പ്രഭാഷകർ, പബ്ലിഷേഴ്സ്, മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മാർക്കറ്റിങ്ങിൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തന്നെ അവരുടെ വർക്കിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പൊതുവേ നമുക്ക് അന്യർക്ക് ഗുണം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനും മനസ്സ് ഈ സമയത്ത് പ്രേരിപ്പിക്കും. ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകും. ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതേസമയം നമ്മൾ ജൂൺ 22 ആകുമ്പോൾ ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് തിരുവാതിര, അതായത് രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. അത് ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയം. അതായത് രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ രാഹു സൂര്യൻ്റെ ശത്രുഗ്രഹമാണ്. ആ ശത്രുഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ആശയപരമായിട്ട് ചില സംഘർഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. ചിലപ്പോൾ മുതിർന്നവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ നമുക്ക് ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പിതാവുമായിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരായാലും അവരുമായിട്ടൊക്കെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിലൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ചിലപ്പോൾ ആ സമയത്ത് ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ കൺഫ്യൂഷൻ ഒക്കെ നമുക്ക് ആ സമയത്ത് ഉണ്ടാകാം. അപ്പം അത് ഒരു ജൂലൈ 6 ആകുമ്പോൾ ആ സ്ഥിതിയിലൊക്കെ സഡൻ മാറ്റം വരും. നമുക്ക് ഗുണാനുഭവം ഉണ്ടാവും. കാരണം ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ ആയിരിക്കും ആ സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പം സൂര്യൻ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് 2 ഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് ആ 9-ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അവിടെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും മിഥുന രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ കർമ്മഭാവാധിപനാണ്, 10-ാം ഭാവാധിപനാണ്. ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15-ന് അവരുടെ അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. അത് ജൂലൈ 16 വരെ ആ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമരാശിയിലായിരിക്കും. അഷ്ടമരാശ്യാധിപനായിട്ടുള്ള
ബുധൻ അഷ്ടമരാശിയിൽ നിൽക്കുന്ന സമയമാണ് ജൂൺ 21 വരെ. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിലിൽ ഒരു സഡൻ ട്രാൻസ്ഫർമേഷൻ, ഒരു സഡൻ ചേഞ്ച് ചിലപ്പോൾ അവിടെ ഉണ്ടാകാം. വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രഷർ, തൊഴിലൊരു സുഖക്കുറവ് ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ചിലർക്ക് ചിലപ്പോൾ തൊഴിലിടത്ത് ഒരു ചെറിയ മാറ്റം, ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ടെൻഷൻ, മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം, ഇവയൊക്കെ ചിലപ്പോൾ ഈ കർമ്മ മേഖലയിൽ ഈ 10ാം ഭാവാധിപനായിട്ട് സൂര്യൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ. അതേസമയം ഈ 10ാം ഭാവാധിപൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ പ്രത്യേകിച്ച് 8ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 8ൽ തന്നെ നിൽക്കുന്ന സമയമാണ്, ഒരു വിപരീത രാജയോഗവും കൂടെയാണ്. അപ്പോൾ അവിടെ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും കൂടെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അത് നമുക്ക് വിപരീത രാജയോഗമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ ആയുർദോഷങ്ങളൊക്കെ മാറുന്നതിന് അനുകൂലമാണ്. അതുപോലെ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകാം. പ്രത്യേകിച്ച് 8ലെ ബുധൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്ന സമയമായിരിക്കും. 8ാം ഭാവസംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഗുണാനുഭവം. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഗവേഷണമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർക്കൊക്കെ അതുപോലെ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, അപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അപ്പം ഇവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ആ 10ാം ഭാവാധിപനുള്ള സൂര്യൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. മാത്രമല്ല അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് 8ാം ഭാവസംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ചില ഗുണാനുഭവം നമുക്കുണ്ടാകും. മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രഷർ, ടെൻഷൻ ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യത. അതേസമയം ബുധൻ 11ാം ഭാവാധിപനും കൂടിയാണ്. ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 8ൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ മറ്റുള്ളവരുടെ എന്തെങ്കിലും കബളിപ്പിക്കൽ, ചതി ഇവയിൽ പെടുന്നതിനോ അതുവഴി നമുക്ക് ധനം ചിലപ്പം നഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു കെയർ വേണം. അതുപോലെ നമുക്ക് ഈ മണി ട്രാൻസാക്ഷനിലും ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 11ാം ഭാവാധിപൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട്. അതുപോലെ തന്നെ സൂര്യൻ കർമ്മഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായുമ്പോൾ തൊഴിലിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, സഡൻ നമുക്കിഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ തൊഴിലിടത്തുണ്ടായെന്ന് വരാം. ചിലപ്പോൾ ചിലർക്ക് തൊഴിലിൽ ഒരു ഭയം നമുക്ക് ഉണ്ടാകാം. അതായത് ഭയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം വരുമോ, അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ തൊഴിൽ കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിവതും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. അതേപോലെ നമ്മൾ ഈ അഷ്ടമത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ജൂൺ 22 ആവുമ്പോൾ, ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള ആ ടൈം പീരീഡ്, ഏകദേശം 2 ആഴ്ച സമയം എന്ന് പറയുന്നത്, അവിടെ ആ സമയത്ത് സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിൽ, അതായത് രാഹുവിൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുകയാണ്. ശത്രുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഒരു നക്ഷത്രത്തിൻ്റെ അധിപൻ അത് സൂര്യൻ്റെ മിത്രമാണോ ശത്രുവാണോ എന്നുള്ളൊരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് രാഹു എന്ന് പറയുന്ന സൂര്യൻ്റെ ശത്രുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് അത് നമുക്ക് സൂര്യൻ ഈ ശത്രുവിൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഓവർ തിങ്കിങ്, അമിതമായിട്ടുള്ള ചിന്തകൾ, അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഭയം, ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ഇൻസ്റ്റബിലിറ്റി നമുക്ക് ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ നമുക്ക് ജൂലൈ 6 കഴിയുമ്പോൾ ഈ സ്ഥിതിയിലൊക്കെ സഡൻ മാറ്റം വരും. തൊഴിലിടത്തെ പ്രശ്നങ്ങൾ മാറും, കോവർക്കേഴ്സുമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും, വർക്ക് പ്രഷറൊക്കെ മാറി നമുക്ക് സ്മൂത്തായിട്ടുള്ള ഒരു അനുഭവം വരും. പ്രത്യേകിച്ച് ആ സൂര്യൻ
ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട്, മാത്രമല്ല വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നമുക്ക് അങ്ങനെയുള്ള ചില സംഭവവാസങ്ങൾ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയത്ത് സൂര്യൻ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പം കെയർ നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് സൂര്യനാണ് അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങൾ, സർക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, സർക്കാരിൻ്റെ ഒരു ഒരു നെഗറ്റീവ് ലിസ്റ്റിലൊക്കെ ചിലപ്പോൾ പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കെയർ വേണം. സർവീസിലുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ ഫയലിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ഈ സമയത്ത് എന്തെങ്കിലും കൂടി ആലോചിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ച് ഒരു ഒപ്പീനിയൻ രൂപീകരിച്ചിട്ട് വേണം നമ്മൾ ഫയലിലൊക്കെ റിമാർക്സ് എഴുതേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യനൊക്കെ അഷ്ടമത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെനാലിറ്റിയൊക്കെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ഒടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് മണി ട്രാൻസാക്ഷനിൽ ശ്രദ്ധിക്കണം. അതുപോലെ 8 നിൽക്കുന്ന സൂര്യനും ബുധനും ഒക്കെ തന്നെ ഈ കൂറുകാരുടെ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഇവർ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ നിന്ന് അവർക്ക് ഒരു സാമ്പത്തിക നേട്ടം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ് വഴി എന്തെങ്കിലും ബെനഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പൂർവികമായിട്ട് നമ്മൾ മുമ്പ് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വന്നുവിടാവുന്ന സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ലോട്ടറി വഴിയുള്ള എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റൊക്കെ ആയിരിക്കാം. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ 11ാം ഭാവാധിപൻ ഈ 11ാം ഭാവാധിപനും കൂടെയാണ് ആ ബുധൻ. അതുപോലെ 10ാം ഭാവാധിപനാണ് സൂര്യൻ. അപ്പം അതൊക്കെ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള കാര്യങ്ങളിൽ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.